കൊല്ലം കണനല്ലൂരിൽ പോലീസ് അനധികൃത കസ്റ്റഡിയിൽ വെച്ച വയോധികനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വെന്റിലേറ്ററിൽ. നിരണം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KP പുന്നൂസിനെയാണ് കണനല്ലൂർ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണതിന് പിന്നാലെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചെക്ക് കേസിൽ ശനിയാഴ്ച കസ്റ്റഡിയെടുത്ത KP പുന്നൂസിനെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയിരുന്നില്ല. ബിലീവേഴ്സ് ചർച്ച് സഭാധ്യക്ഷനായിരുന്ന KP യോഹന്നാന്റെ സഹോദരനാണ് KP പുന്നൂസ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് കോട്ടയത്തെ ആനന്ദ ഹോട്ടലിൽ നിന്ന് KP പുന്നൂസിനെ കണ്ണനല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ പരാതിക്കാരന് 10 ലക്ഷം രൂപ നൽകിയാൽ ജാമ്യം നൽകാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി KP പുന്നൂസിന്റെ സുഹൃത്തായ അഭിഭാഷകൻ 24-നോട് പറഞ്ഞു. പോകുന്ന വഴിയിലുണ്ടത് കൂടെയുള്ള ഒരു പോലീസുകാരൻ ജ്യോതിഷ് എന്നാണ് തോന്നുന്നു പേര് പറഞ്ഞത്. ഒരു 10 ലക്ഷം രൂപ കടിയാക്കാൻ പറ്റുവാണെങ്കിൽ പുള്ളിയെ വിടാമെന്ന് പറഞ്ഞു. ഏതായാലും ശേഷവും വിളിച്ചിരുന്നു. ആരെങ്കിലും ബന്ധുക്കൾ വരുമോ, എന്താ ചെയ്യുന്ന ഇവിടെ വരെ വരാൻ പറയുമോ എന്നൊക്കെ ചോദിച്ചു. കസ്റ്റഡിയിലെടുത്ത KP പുന്നൂസിനെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും കോടതിയിൽ ഹാജരാക്കിയില്ല. ഞായറാഴ്ച വൈകിട്ടോടെ പോലീസ് സ്റ്റേഷനിൽ കൊഴിഞ്ഞു വീണ KP പുന്നൂസിനെ ഒടുവിൽ കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലായ KP പുന്നൂസ് നിലവിൽ വെന്റിലേറ്ററിലാണ്. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും KP പുന്നൂസ് ആശുപത്രിയിലാണെന്നും കണ്ണനല്ലൂർ SHO. അതേസമയം KP പുന്നൂസിനെ അന്യായമായി പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന് കാട്ടി കൊട്ടാരക്കര JFMC കോടതിയിൽ നൽകിയ ഹർജി നാളെ കോടതി പരിഗണിക്കും. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നിലനിൽക്കുകയാണ് ഈ ക്രൂരമായ സംഗതി നടന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ ഗുരുതരമാണ്. കോടതി കൂടുതൽ വിശദമായ വാദത്തിലേക്കായിട്ട് ഈ കേസ് നാളത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ചെക്ക് കേസിൽ KP പുന്നൂസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അരുൺ രാജ്, 24, കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.